നമസ്കാരം, ഞാൻ ശശികുമാർ കണക്കശ്ശേരി. എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്, ഈ വസ്ത്രധാരണത്തിൻ്റെ മോടിയിലൊന്നും യാതൊരു കാര്യമില്ല. വളരെ ലളിതമായിട്ട് നമുക്ക് കംഫർട്ടബിളാണെന്ന് തോന്നുന്ന വസ്ത്രം ധരിച്ചാൽ മതി. പുറത്ത് എന്താണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതിലല്ല, ഉള്ളിലാരാണ് എന്നുള്ളതിലാണ് കാര്യം എന്നൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളതാണ്. പക്ഷേ നമ്മളറിയാത്ത ഒരു ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് നമ്മളെത്തുമ്പോൾ ആദ്യത്തെ അളവുകോൽ നമ്മളുടെ ഇട്ടിരിക്കുന്ന വസ്ത്രം തന്നെയാണ്. ഹാംലെറ്റിൽ ഷേക്സ്പിയർ പൊളോണീസിനെ കൊണ്ട് പറയിക്കുന്നുണ്ട്, അപ്പാരൽ ഓഫ്റ്റ് പ്രൊക്ലെയിംസ് ദ മാൻ എന്ന്. വസ്ത്രമാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ആരാണെന്ന് പ്രഖ്യാപിക്കുന്നത്. അതിലും രസകരമായിട്ട് പണ്ടൊരു സംസ്കൃത ശ്ലോകം പഠിച്ചിട്ടുണ്ട്. കിം വാസസാ നേതി വിചാരണീയം വാസാ പ്രമാണം ഖലു യോഗ്യതായാം പീതാംബരം വീക്ഷ്യ ദതൗ സുകന്യാം ചർമാംബരം വീക്ഷ്യ വിഷം സമുദ്ര. കിം വാസസാ നേതി വിചാരണീയം. ഈ വസ്ത്രത്തിലൊക്കെ എന്ത് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. വാസാപ്രമാണം ഖലു യോഗ്യതായാം. യോഗ്യതയുടെ ആദ്യത്തെ അളവ് പോലെ പ്രമാണം എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന വസ്ത്രം തന്നെയാണ്. മഞ്ഞപ്പട്ടുടുത്ത് സർവാഭരണ വിഭൂഷിതനായി വന്ന ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ സമുദ്രം ഒരു സുന്ദരിയായ കന്യകയെ എടുത്ത് കൊടുത്തെങ്കിൽ ചർമാംബരം പുലിത്തോലിട്ട് മേത്ത് പാമ്പിനെയും ഇട്ട് ഭസ്മം പൂശി വന്ന ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ സമുദ്രം എടുത്തു കൊടുത്തത് ഒരു കുടം വിഷമാണ് എന്ന് മറക്കരുത് എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു വശപ്പിശക് കൊണ്ട് ചില അബദ്ധങ്ങൾ ചെന്ന് ചാടിയ ഒരു രാജാവിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ആൾവാറിലെ രാജാവായിരുന്ന രാജാ ജയ്സിംഗ് പ്രഭാകറാണ്. രാജാ ജയ്സിംഗ് പ്രഭാകർ ആൾവാർ ഏതാണ്ട് 40-ലധികം കൊല്ലം ഭരിച്ച രാജാവാണ്. രാജാ ജയ്സിങ്ങിന് തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു വശപ്പിശക് കൊണ്ട് വന്ന ഒരബദ്ധവും അദ്ദേഹം അതിനെടുത്ത ഒരു പ്രതികാര നടപടിയുമാണ് നമ്മൾ ഇന്ന് ആദ്യം പറയാൻ പോകുന്ന കഥ. രാജാ ജയ്സിംഗ് അതീവ ധനവാനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അന്നൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോൾ സാമന്ത രാജാക്കന്മാർ, വടക്കേ ഇന്ത്യയിലെ സാമന്ത രാജാക്കന്മാരൊക്കെ അതീവ ധനവാന്മാരാണ്. ബ്രിട്ടീഷ് രാജാവിന് കപ്പം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ബാക്കി ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയും മറ്റ് വരവുകളൊക്കെ ഉപയോഗിച്ച് സുഖലോലുപരായി കഴിയുന്ന ആളുകളാണ്. രാജാ ജയ്സിംഗ് അങ്ങനെ ലണ്ടനിൽ ഒരു ദിവസം ലണ്ടൻ തെരുവുകളിൽ കൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു കാറിൻ്റെ, റോൾസ് റോയ്സ് കാറിൻ്റെ ഒരു ഷോറൂമിൻ്റെ മുമ്പിലൂടെ കടന്നു പോകാനിടയായി. രാജാ ജയ്സിംഗ് വലിയ കാർ ഭ്രാന്തനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലങ്കാസ്റ്റർ കാറ്, അത് വളരെ പ്രസിദ്ധമായിരുന്നു. ആ ലങ്കാസ്റ്റർ കാറ് അകവും പുറവും സ്വർണം പൂശി അതിൻ്റെ സ്റ്റിയറിംഗ് വീല് ആനക്കൊമ്പ് കൊണ്ട് മാത്രം ഉപയോഗിച്ച് കടഞ്ഞ് ഡ്രൈവർക്ക് ഇരിക്കാനായിട്ട് സ്വർണത്തിൻ്റെ നൂലുകൾ തുന്നിച്ചേർത്ത കുഷനുകളുണ്ടാക്കി പിന്നിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന കസേര എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവ് തൻ്റെ കിരീടധാരണത്തിന് ഉപയോഗിക്കുന്ന കസേരയ്ക്ക് സിംഹാസനത്തിന് തുല്യമായൊരു കസേര പിന്നിലുണ്ടാക്കി അതിലാണ് ആൾവാർ രാജാവ് യാത്ര ചെയ്തിരുന്നത്. അത്രമാത്രം സുഖലോലുപനും ഇത്തരം ലക്ഷറികളിൽ ആസക്തനുമായിരുന്നു അദ്ദേഹമാണ് ഈ റോൾസ് റോയ്സ് ഷോറൂമിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാറുകൾ കിടക്കുന്നത് കണ്ടപ്പോൾ ആ കാറുകൾ കാണാൻ താല്പര്യം കാണിച്ച് ഉള്ളിൽ ചെന്ന് അദ്ദേഹം വളരെ സാധാരണ വേഷം ധരിച്ചിട്ടാണ് അന്ന് ആ തെരുവിലൂടെ നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ കയറി ചെന്ന് ആ റോൾസ് റോയ്സ് കാറുകൾ അതിൻ്റെയൊക്കെ വിലയൊക്കെ അന്വേഷിച്ച് അത് വാങ്ങാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഷോറൂമിലെ ജീവനക്കാർക്ക് അത് അത്ര പിടിച്ചില്ല. അവരത് തികച്ചും നിരുത്സാഹപരമായിട്ട് സംസാരിച്ചു. താങ്കളെ പോലുള്ള ആളുകൾക്ക് കൊക്കിലൊതുങ്ങുന്നതല്ല ഈ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞു. അവമാനിതനായ രാജാ ജയ്സിംഗ് തിരിച്ചുപോയി. എന്നിട്ട് ഹോട്ടലിൽ നിന്ന് ആളുകളെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചു, ആൾവാറിലെ കിങ് രാജാ ജയ്സിംഗ് നിങ്ങളുടെ ഷോറൂം സന്ദർശിക്കാൻ വരുന്നുണ്ട്, ഒരുങ്ങാൻ പറഞ്ഞിട്ട്. അവർ വേഗം ചുവന്ന പരവതാനികളൊക്കെ വിരിച്ച് രണ്ട് ഭാഗത്തും ജീവനക്കാർ ആദരിക്കാനും വരവേൽക്കാനുമായിട്ട് കാത്തു നിന്നു. രാജാ ജയ്സിംഗ് ഒരു ആഡംബര കാറിൽ വന്നിറങ്ങി. അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കയറി. മൊത്തം എത്ര കാറുകൾ, റോൾസ് റോയ്സ് കാറുകൾ ഇപ്പം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ നോക്കിയിട്ട് പറഞ്ഞു 6 നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്, റെഡി ഡെലിവറിയാണെന്ന്. ശരി, ആ 6 ഞാനിതാ വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ആ ഇമ്മീഡിയറ്റായിട്ട് ചെക്ക് എഴുതി കൊടുത്തു. ഡെലിവറി ചാർജ് ഉൾപ്പെടെ നിങ്ങളത് ഏറ്റവും പെട്ടെന്ന് ആൾവാർ രാജ്യത്ത് എത്തിക്കണം, എൻ്റെ കൊട്ടാരത്തിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. സന്തോഷപൂർവ്വം കമ്പനി സമ്മതിച്ചു. വൈകാതെ തന്നെ 6 റോൾസ് റോയ്സ് കാറുകൾ ആൾവാർ രാജകൊട്ടാരത്തിലെത്തി.
എത്തിയ ഉടനെ രാജാവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജാവിൻ്റെ മുനിസിപ്പാലിറ്റി, ആൾവാർ മുനിസിപ്പാലിറ്റിയെ വിളിച്ച് ഈ 6 റോൾസ് റോയ്സ് കാറുകളും ചപ്പ് ചവറുകൾ വാരിക്കൂട്ടാൻ ഉപയോഗിക്കുന്ന കുപ്പവണ്ടിയായിട്ട് ഉപയോഗിക്കാനായിട്ട് കൽപ്പിച്ചു. പിറ്റേന്ന് തൊട്ട് ഈ 6 റോൾസ് റോയ്സ് കാറുകളും ആൾവാർ നഗരത്തിലൂടെ കുപ്പവണ്ടികളായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. ഈ വിവരം കാട്ടുതീ പോലെ ബ്രിട്ടനിലും ലോകമെമ്പാടും പരന്നു. ഈ റോൾസ് റോയ്സ് കാറിൻ്റെയൊക്കെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ വിലയും അതിൻ്റെ പ്രതാപവുമൊക്കെയാണ്. ഈ ഭീമമായ വിലയ്ക്ക് വിൽക്കാനുള്ള കാരണം അതാണ്. വളരെ പെട്ടെന്ന് തന്നെ റോൾസ് റോയ്സ് കാറോ അത് ആ ഇന്ത്യയിൽ കുപ്പവണ്ടിയായിട്ട് ഉപയോഗിക്കുന്ന കാറല്ലേ എന്നുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കമ്പനിക്ക് അവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി. അവർ പലവരുമൊക്കെ മാപ്പ് പറഞ്ഞു. രാജാവ് ആദ്യമൊന്നും ചെവിക്കൊണ്ടില്ല. കമ്പനി പ്രതിനിധികൾ നേരിട്ട് വന്ന് രാജാവിനോട് മാപ്പ് അപേക്ഷിച്ചു. ദയവ് ചെയ്ത് ആ കുപ്പവണ്ടികളായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പിൻവലിയണം, ഞങ്ങൾ പകരം 6 പുതിയ റോൾസ് റോയ്സ് കാറുകൾ അങ്ങേക്ക് ഫ്രീ ആയിട്ട് തന്ന് പഴയത് എടുത്തോളാം, ഇനി ഒരിക്കലും അങ്ങനെ പറ്റില്ല, മാപ്പ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് അവതാപൂർവ്വത പറഞ്ഞപ്പോൾ ദയാലുവായ രാജാ ജയ്സിംഗ് അത് സ്വീകരിച്ച് ഇനിത്തരം പരിപാടികൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. അങ്ങനെ ഒരു കഥയുണ്ട്. ഈ കഥയിലേക്ക് പൂർണ്ണമായും തെളിയിക്കാൻ പറ്റിയ രേഖകളൊന്നുമില്ല, പക്ഷെ വളരെ പ്രചാരത്തിലുള്ള കഥയാണ് ആൾവാർ ഭാഗത്തൊക്കെ. ഒരു കാര്യമുള്ളത്, ഇന്നും ആൾവാർ രാജകുടുംബത്തിലെ അംഗങ്ങൾ റോൾസ് റോയ്സ് കാറുകൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രാജാവ് നമുക്കേറെ കഥകൾ പറയാനുള്ളൊരു കഥാപാത്രമാണ് കേട്ടോ, അതും പറയണം. ഒരു അതിക്രൂരനും നിഷ്ഠുരനും ഒരു മൃഗം എന്ന് പറഞ്ഞ മൃഗം പോലും നാണിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യത്വരഹിതനുമായിട്ടുള്ള രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്നത് ഭഗവാൻ ശ്രീരാമൻ്റെ അവതാരമാണ് ആള് എന്നാണ്. അതനുസരിച്ച് ഭഗവാൻ ശ്രീരാമൻ്റെ ശിരോവസ്ത്രത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് അദ്ദേഹം ജ്യോതിഷികളെ വിളിച്ച് ആ ശിരോവസ്ത്രത്തിൻ്റെ അളവുകളൊക്കെ കണക്ക് കൂട്ടി ഗണിച്ചെടുത്ത് അത്തരത്തിലുള്ള ശിരോവസ്ത്രങ്ങൾ ഉണ്ടാക്കി ധരിച്ചിരുന്നു. ഇത് നമ്മളുടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ ഡൊമിനിക് ലാപ്പിയറും പാട്രിക് കോളിൻസും എഴുതിയിട്ടുള്ള സുപ്രസിദ്ധമായ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സ്വന്തം സോണിയ ചെറിയാൻ്റെ ഇന്ത്യൻ റെയിൻബോ എന്ന പുസ്തകത്തിലും ഇദ്ദേഹത്തിനെക്കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ട്. വായിച്ചാൽ ഗംഭീര രസമാണ് അക്കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇദ്ദേഹം സ്വയം ഒരു ശ്രീരാമൻ്റെ അവതാരമാണെന്ന് വിശ്വസിച്ചു. ഈവൻ ബ്രിട്ടീഷ് രാജാവ് വന്നപ്പോൾ പോലും ഒരു കറുത്ത വെൽവെറ്റിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം കൈകൾ എപ്പോഴും സൂക്ഷിച്ചിരുന്നത്. കാരണം ഈ ലെസർ മോർട്ടൽസ് ആയിട്ടുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകി അശുദ്ധമാവാതിരിക്കാൻ. ബ്രിട്ടീഷ് രാജാവിന് ഹസ്തദാനം ചെയ്യുമ്പോൾ പോലും അദ്ദേഹം ആ ഗ്ലൗസ് ഊരി മാറ്റിയില്ല. അത് ബ്രിട്ടീഷുകാരത് വലിയൊരു അവമാനമായിട്ടാണ് പൊതുവിൽ കണക്കാക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ചരിത്രം. അതിലും നിഷ്ഠുരമായിരുന്നു അദ്ദേഹത്തിൻ്റെ നായാട്ട്. വലിയ നായാട്ട് കമ്പക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം നായാട്ടിന് പോകുമ്പോൾ സാധാരണ ഈ കടുവയും പുലിയും ഒക്കെ പിടിക്കാനായിട്ട് ആടിനെ പോത്തിനെയൊക്കെയാണ് ഇരയായിട്ട് മരത്തിൽ കൊണ്ട് കെട്ടുക. അപ്പോൾ അതിന് പകരം ആൾവാർ രാജാവ് കെട്ടിയിട്ടിരുന്നത് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ഭടന്മാർ ബലമായി പിടിച്ചുകൊണ്ട് വരുന്ന കുട്ടികളെയായിരുന്നു. ആ കുട്ടികളുടെ പിന്നാലെ അച്ഛനമ്മമാർ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ രാജാവ് സമാധാനിപ്പിക്കും. എൻ്റെ ഉന്നം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്, പുലിയൊക്കെ അടുത്തെത്തുകയാണെങ്കിൽ അതിന് മുമ്പേ തന്നെ ഞാൻ കാച്ചിക്കളഞ്ഞിരിക്കും, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന്. അങ്ങനെ കുട്ടികളെ ഇരയായിട്ട് മരത്തിൽ കെട്ടിയിട്ടിട്ടാണ് അദ്ദേഹം നായാട്ട് നടത്തിയിരുന്നത് എന്ന് പറയപ്പെടുന്നു. അതുമാത്രവുമല്ല, ഒരുപാട് ലൈംഗിക വൈകൃതങ്ങൾക്ക് പ്രസിദ്ധനായിരുന്നു ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർമിയിൽ ഈ പട്ടാളക്കാർക്ക് ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകളിൽ അവസാനത്തെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കന്മാർ അദ്ദേഹവുമായിട്ട് കിടപ്പറ പങ്കിടണം എന്നുള്ളതായിരുന്നു. അതിക്രൂരമായ രീതിയിലാണ് അദ്ദേഹം ആ യുവാക്കന്മാരോട് കാമകേളികളിൽ ഏർപ്പെട്ടിരുന്നത്. പലരും അതിൽപ്പെട്ട് മരിച്ചു പോവുക പോലും ഉണ്ടായിട്ടുണ്ട്. അത്രയും ക്രൂരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു രാജാ ജയ്സിംഗ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം കുഴമറികളൊക്കെ ബ്രിട്ടീഷുകാർ സഹിച്ചിരുന്നത് കൃത്യമായിട്ട് ബ്രിട്ടീഷുകാർക്ക് കപ്പം കിട്ടുന്നുണ്ട്, ആ രാജ്യത്ത് നിന്ന് അവർക്ക് നല്ല വരുമാനമുണ്ട് എന്നുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ക്ഷമയുടെ നെല്ലിപ്പൊടി തകർക്കുന്ന 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, ലോർഡ് വെല്ലിംഗ്ടൺ ഒരിക്കൽ അദ്ദേഹത്തെ ലോർഡ് വെല്ലിംഗ്ടൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു വിരുന്നിന് ക്ഷണിച്ചു. രാജാ ജയ്സിംഗ് വിരുന്നിനെത്തി. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം ലോർഡ് വെല്ലിംഗ്ടൻ്റെ ഭാര്യയുടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ലേഡി വെല്ലിംഗ്ടണ് ഈ ആഭരണത്തിൻ്റെ ഭ്രമം കലശലായിരുന്നു. അവർ ഈ ജയ്സിങ്ങിൻ്റെ കയ്യിലുള്ള ഒരു മോതിരം വജ്രങ്ങളും
വളരെ വിലയേറിയ മുത്തുകളുമൊക്കെയുള്ളൊരു മോതിരം കണ്ട് വളരെ ആകൃഷ്ടയായിട്ട് ആ മോതിരത്തിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കാണട്ടെ ആ മോതിരം എന്നവർ പറഞ്ഞപ്പോൾ രാജാ ജയ്സിംഗ് അത് ഊരി അവർക്ക് കാണാൻ കൊടുത്തു. സാധാരണ അന്നത്തെ ബ്രിട്ടീഷ് രാജാക്കന്മാരും ബ്രിട്ടീഷ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും രാജാക്കന്മാരുമായിട്ടുള്ള ഒരു കീഴ്വഴക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്തരം രാജ്ഞിമാരോ രാജാക്കന്മാരോ ഏതെങ്കിലും ഇന്ത്യൻ രാജാക്കന്മാരുടെ ആഭരണങ്ങളിലോ എന്തെങ്കിലും വസ്തുക്കളിൽ ഒരു കൗതുകം കാണിച്ചു കഴിഞ്ഞാൽ ആ വസ്തുക്കൾ അവർക്ക് സമ്മാനമായിട്ട് ഓഫർ ചെയ്യുക എന്നതായിരുന്നു ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ ലേഡി വെല്ലിംഗ്ടണും അത് തന്നെ പ്രതീക്ഷിച്ചിരിക്കണം. പക്ഷെ അവരിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാ ജയ്സിംഗ് ആ മോതിരം തിരിച്ചു കിട്ടാനായിട്ട് കൈ നീട്ടി. അല്പം അത്ഭുതത്തോടു കൂടി ലേഡി വെല്ലിംഗ്ടൺ ആ മോതിരം തിരിച്ചു കൊടുത്തു. പിന്നെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രാജാ ജയ്സിംഗ് ഒരു ബൗൾ വെള്ളം കൊണ്ടുവരാൻ ആളുകളോട് പറഞ്ഞു. അപ്പോൾ ആ വെള്ളം എത്തിയൊരു ബൗളിൽ അവരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് കണ്ണു തള്ളിച്ചുകൊണ്ട് രാജാ ജയ്സിംഗ് ചെയ്തത് ഈ ബ്രിട്ടീഷ് ലേഡി വെല്ലിംഗ്ടൺ ധരിച്ച മോതിരം ആ ബൗളിലെ വെള്ളത്തിൽ കഴുകി അവരുടെ കയ്യിൽ നിന്നുള്ള അശുദ്ധിയൊന്നും തൻ്റെ ദേഹത്തേക്ക് തിരികെ വരില്ല എന്നുറപ്പ് വരുത്തി തിരിച്ച് മോതിരം വിരലിലിട്ടു. ലോർഡ് വെല്ലിംഗ്ടൺ ഇതിലും വലിയൊരു അവമാനം വരാനുണ്ടായിരുന്നില്ല. രണ്ടാമതൊരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പോളോ മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവിൻ്റെ പ്രിയപ്പെട്ട കുതിര ഈ പോളോ മത്സരത്തിൽ രാജാവിന് തൃപ്തി വരാൻ പാകത്തിൽ പ്രകടനം നടത്തിയില്ല. കോപാന്ധനായ രാജാ ജയ്സിംഗ് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ക്യാൻ മണ്ണെണ്ണ ഉടനെ വരുത്തി ആ മൈതാനത്ത് വെച്ച് തന്നെ ആ കുതിരയുടെ ദേഹത്തൊഴിച്ച് ജീവനോടെ ആ കുതിരയെ കത്തിച്ചു കളഞ്ഞു. അതോടുകൂടി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ ഭരണം പൂട്ടിക്കെട്ടി അദ്ദേഹത്തെ വിദേശത്തേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായത്. അതാണ് രാജാ ജയ്സിംഗിൻ്റെ കഥ. ഈ ചെറിയ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കഥ കൂടി പറയണം. അത് നമ്മുടെ സ്വന്തം ചെട്ടിനാട്ടിലെ അളഗപ്പ ചെട്ടിയാരുടെ കഥയാണ്. കേരളീയർ പൊതുവെയും തൃശ്ശൂരുകാർ പ്രത്യേകിച്ചും മറക്കാൻ പാടില്ലാത്ത ഒരാളാണ് അളഗപ്പ ചെട്ടിയാർ. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമരകാലത്ത് വലിയൊരു വ്യവസായിയായിരുന്നു ചെട്ടിനാട്ടിലെ. അപ്പോൾ സ്വന്തമായി ഒരു വിമാന കമ്പനി പോലും തുടങ്ങി അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ലായിരുന്നു. അതീവ ധനികനായിരുന്നു അദ്ദേഹം. നമ്മുടെ തൃശ്ശൂരിൽ അളഗപ്പ നഗറിലൊക്കെ ആ പേര് വരാൻ തന്നെ കാരണം അദ്ദേഹം തുടങ്ങിയ കൊച്ചിൻ ടെക്സ്റ്റൈൽസ് പിന്നീട് അത് അളഗപ്പ ടെക്സ്റ്റൈൽസായി മാറി. അതിൻ്റെ ടൗൺഷിപ്പ് ആയിരുന്നത് കൊണ്ടാണ് അവിടെ അളഗപ്പ നഗർ എന്ന പേര് തൃശ്ശൂരിൽ ആ പേരിലൊരു സ്ഥലമൊക്കെ ഉണ്ടായത്. വലിയ വ്യവസായിയും ധനികനും ഒരു തികഞ്ഞ ദാനധർമ്മിഷ്ഠനും വലിയൊരു മനസ്സിനുടമയായിട്ടുള്ള ഒരാളായിരുന്നു അളഗപ്പ ചെട്ടിയാർ. അദ്ദേഹത്തിനെ കുറിച്ചും ഇങ്ങനെ ഒന്ന് രണ്ട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെയൊന്നും വലിയ റിട്ടേൺ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇല്ലെങ്കിലും ആ പ്രദേശങ്ങളിലൊക്കെ ധാരാളം കേൾക്കുന്ന ഒന്ന് രണ്ട് കഥകളാണ്. അളഗപ്പ ചെട്ടിയാർ ലണ്ടനിൽ താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ കുഷ്ഠരോഗം പിടിപെട്ടു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരു വൈരൂപ്യമുണ്ടാക്കിയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ലണ്ടനിൽ ഇതേപോലെ ഒരു സ്റ്റോറിൽ ചെന്ന് എന്തോ തപ്പാൻ ചെന്നപ്പോൾ ആ സ്റ്റോറുകാർ അദ്ദേഹം അവിടെ നിൽക്കുന്നതിൽ അല്പം വൈമനസ്യം കാണിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടാതെ പുറത്തു വന്ന് ആ സ്റ്റോറിൻ്റെ ഉടമസ്ഥനോട് ഫോണിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടമസ്ഥൻ വിളിച്ച് ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്ത് വില കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കട വിൽക്കും എന്ന് ചോദിച്ചു. അങ്ങൊരമ്പരന്ന് പോയി. പക്ഷേ നിങ്ങൾ എന്ത് വില പറഞ്ഞാലും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയൊരു വില പറഞ്ഞു. അളഗപ്പ ചെട്ടിയാർ ഉടനെ ചെക്ക് എഴുതി കൊടുത്ത് ആ നിമിഷം ആ കട മുഴുവനും വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ആളുകളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അദ്ദേഹം കയറി അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒന്നോ രണ്ടോ ചെറിയ സാധനങ്ങളുണ്ടായിരുന്നു, അതെടുത്തു. ഒപ്പം ഉണ്ടായിരുന്ന അംഗരക്ഷകനോട് അദ്ദേഹത്തിൻ്റെ അനുചരനോട് തനിക്ക് വേണമെങ്കിൽ കയറിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തനിക്കുള്ളതും എടുത്തോളാം എന്ന് പറഞ്ഞു. അദ്ദേഹവും കയറി എന്തോ ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്ത് പുറത്ത് വന്ന് ആ കടയുടെ ഷട്ടറിട്ട് ആ താക്കോല് ആ പഴയ ഓണറെ തന്നെ തിരിച്ചേൽപ്പിച്ച് ഇത് താൻ തന്നെ എടുത്തോ, ഇത് തനിക്ക് എൻ്റെ ദാനമാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആ കട തിരിച്ചേൽപ്പിച്ച് നടന്നു പോയി എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടിട്ടുള്ള വേറൊരു കഥയാണ് ബോംബെ റിറ്റ്സ് ഹോട്ടലിൽ ഒരിക്കൽ അദ്ദേഹത്തിന് മുറി കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് മുറി കൊടുക്കാൻ റിറ്റ്സ് ഹോട്ടൽ വൈമുഖ്യം കാണിച്ചത് കൊണ്ടാണത്രേ അദ്ദേഹം ബോംബെ റിറ്റ്സ് ഹോട്ടലും വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കുറിപ്പുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.